കൊടിയുണ്ടേ, സമരാവേശത്തിരയുണ്ടേ, ആശയമായുധമാക്കി മിനുക്കിയ നവലോകത്തിൻ കനവുണ്ടേ. സ്മൃതികളിൽ അവരുടെ രണമുണ്ടേ, അവർ തെളിക്കും വഴിയുണ്ടേ, അടർത്തി മാറ്റാൻ കഴിഞ്ഞിടാത്തൊരു ധീരോജ്വലരായവരുണ്ടേ. മറ്റൊരു കാലത്ത് ഇരുൾ പരക്കും നേരത്ത് ഒരിറ്റുതിരി പോലിവിടെ പൊരുതാൻ പ്രതീക്ഷയായൊരു കൊടിയുണ്ടേ. വിദ്വേഷത്തിൻ വിഷവിത്ത് പേരോടും ഒരു കാലത്ത് സമഭാവനയോടിവിടം പുലരാൻ സമരം സമരം ജീവിതമേ. കനവുണ്ടവരുടെ കൊടിയുണ്ടേ, തളർന്നിടാത്തൊരു മനമുണ്ടേ, നാളേക്കായൊരു ഗാഥ രചിക്കാൻ വരവുണ്ടേ. അവർ ഈ വഴിയെ ഉണരുന്നു കടലോരത്ത്, പുതുകാലത്തിൻ അലയൊലികൾ ചലിച്ചു നിന്നവർ ഒലിച്ചു പോകാത്തവരുടെ ആശയ തീരത്ത്. ഇടനെഞ്ചിൽ ഒരു കൊടിയുണ്ടേ, സമരാവേശത്തിരയുണ്ടേ, ആശയമായുധമാക്കി മിനുക്കി സമരം സമരം ജീവിതമേ. കേരളത്തിൻ മക്കളെ, കേളി കേട്ട മക്കളെ, സമാരാധ്യനായ നേതാവ് സഖാവ് പിണറായി വിജയൻ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ചവറ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും വോട്ടർമാരെയും നേരിട്ട് അഭിവാദ്യം ചെയ്ത് അഭ്യർത്ഥിക്കാൻ ഇവിടെ എത്തിച്ചേരും. നമ്മുടെ സഹാക്കളുടെ വാഹനങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും ഈ ഇരു സൈഡിലും തയ്യാറാക്കിയിട്ടുള്ള സീറ്റുകളിൽ സർക്കാരിൽ ഇരിക്കണം. യോഗ നടപടികൾ ആരംഭിക്കും. ഏപ്രിൽ 9 നടക്കുന്ന കേരളത്തിലേക്കുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ചവറ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഡോക്ടർ സുജിത് വിജയപിള്ളയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്ന് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യാൻ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ കേരളത്തിൽ നടത്തി ലോകത്തിന്റെ നെറുകയിലേക്ക് കേരളത്തെ പിടിച്ചുയർത്തിയിട്ടുള്ള കേരളത്തിൽ LDF സർക്കാരിന്റെ വികസന തുടർച്ച ഈ കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിക്കുകയാണ്. ചവറ മണ്ഡലത്തിലെ ഡോക്ടർ ബ്രോ എന്ന് പേരിനകം സമ്പാദിച്ച ഡോക്ടർ സുജിത് വിജയൻപിള്ള ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ള വിടങ്ങളുടെ മുമ്പാകെയാകെ തെളിയിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തെ തന്നെയാണ് വീണ്ടും LDF ചവറ മണ്ഡലത്തിൽ ഈ വികസന തുടർച്ചയ്ക്ക് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ഡോക്ടർ സുജിത് വിജയൻപിള്ളയ്ക്ക് വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കുന്ന കേരളത്തിന്റെ ക്യാപ്റ്റൻ, ഈ വികസന തുടർച്ചയുടെ നായകൻ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് ആദ്യമായി ഈ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. LDFന്റെ ചെയർമാൻ ആയിട്ടുള്ള സഖാവ് ഐ ശിഹാബിനെ
വളരെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമായിട്ടുള്ള സഖാവ് പുത്തനത്ത് ദിനേശൻ, CPI-യുടെ PK ഗോവൻ, അതേപോലെ ഘടകകക്ഷികളുടെ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ മുതിർന്ന നേതാവ് സഖാവ് രാജമ്മ ഭാസ്കരൻ, നിയോജകമണ്ഡലത്തിലെ LDF-ന്റെ നേതാക്കന്മാരായിട്ടുള്ള സഖാവ് അനിൽ പുത്തേടം, ഷാജി പള്ളിപ്പാടൻ അടക്കമുള്ള നേതാക്കന്മാർക്ക് ഈ നിയോജകമണ്ഡല കമ്മിറ്റിയുടെ പേരിൽ നിങ്ങളുടെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് നമ്മുടെ സ്ഥാനാർത്ഥി ഡോക്ടർ സുജിത് വിജയൻ പിള്ളയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ആവേശം പകരുന്നതിന് വേണ്ടിയാണ് കേരളത്തിന്റെ സമാരാധ്യനായ നേതാവ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ ഇടപ്പള്ളിക്കോട്ടയിൽ സജ്ജമാക്കിയിട്ടുള്ള ഈ സ്ഥലത്തേക്ക് കടന്നു വരുന്നത്. ഡോക്ടർ സുജിത് വിജയൻ പിള്ളയിലൂടെ നമ്മൾ നേടിയെടുക്കും. ആവേശകരമായ പ്രവർത്തനമാണ് ഈ മണ്ഡലത്തിലൊട്ടാകെ എല്ലാ ബൂത്ത് കേന്ദ്രങ്ങളിലും വീട് വീടാന്തരം കയറിയും നമ്മുടെ സഹാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപൂർവമായ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് കടന്നുപോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ ഉള്ളവരാണ്. അതൊക്കെ കേൾക്കാൻ ഏറെ മനസ്സുമായി നിൽക്കുന്ന ജനവുമാണുള്ളത്. അതുകൊണ്ട് നമ്മളേറെ പറയരുത് എന്ന് ചിന്തിക്കുന്നവരാണ്, നമ്മളേറെ പറയരുത് എന്ന് കരുതുന്നവരാണ് UDF. വർഗീയ ഫാസിസ്റ്റ് മുന്നണിയെയും 4-ാം തീയതി വോട്ടെണ്ണി കഴിയുന്ന അവസരത്തിൽ അറബിക്കടലിന്റെ അഗാധതയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ തള്ളിയിടും എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ടറിയാം. നിലപാടുകളെ വികലമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അതുവഴി പേരും നുണയന്മാരുടെ ശരിയായിട്ടുള്ള രൂപം ഇന്നാട്ടിലെ വോട്ടർമാരുടെ മുന്നിൽ തുറന്നു കാണിച്ചുകൊണ്ട് ഈ നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യം കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഭൂരിപക്ഷ വിജയത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒത്തുചേരണം, ചോരയുള്ള മക്കളെ നമ്മൾ ഒത്തുചേരണം. കൊടി പിടിച്ച കൈകളാൽ കനലരിഞ്ഞ നെഞ്ചിനാൽ, കൊടി പിടിച്ച കൈകളാൽ കനലരിഞ്ഞ നെഞ്ചിനാൽ പള്ളിയല്ല പണിയണം പള്ളിക്കൂടമായിരം, പുത്തനമ്പലങ്ങളല്ല പണിയിടങ്ങൾ തീർക്കണം.
നമ്മന്റെ പോക്ക് വാക്ക് പറഞ്ഞാല് വാക്കന്ന് വാക്ക് അമ്മമ്മന്റെ അരയിൽ കാശുണ്ട് കാശ് അമ്മ തിളപ്പിച്ച ചോറന്ന് ചോറ് വള്ള നിറയ്ക്കാൻ നേര് പറയാൻ പൂരയുണ്ട് ഇവിടൊരു കൂട്ടരുണ്ട് കഷ്ടത്തിലെങ്ങാൻ പെട്ടെന്ന് പെട്ടാൽ കൂട്ടായി നിൽക്കാൻ കൈ താങ്ങുണ്ട് കണ്ണുകെട്ടില്ല കൈവിഷമില്ല നമ്മെ രണ്ടായി കാണാത്ത കൂട്ടരുണ്ട് വേർപെടുത്തില്ല വേലികെട്ടില്ല നമ്മൾ ഒന്നാന്ന് കാണിച്ച കൂട്ടരുണ്ട് ഗരി ഗരി സനി 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 ധനി സമഗ മരി ഗസ പുതിയ കാലം പുലരുക സ്നേഹം ഇവിടെ വീണ്ടും ഉണർത്തിടും ദേശം പുതിയ കാലം പുലരുക സ്നേഹം കനവിലും കരടിലും അനുനിമിഷം ഇവിടെ വീണ്ടും ഉണർന്നിടും ദേശം ഇനിയും ഒന്നായി നാം വളരും കൂനനുറുമ്പിനെ കാട്ടിട്ട് മോള് ചോദിച്ചിനെന്നോടൊറടിയാന്ന് പോന്ന് സ്കൂളിൻ്റെ ഉള്ളില് ബെഞ്ചിന്റെ മേലെ ആടന്ന് തിളപ്പിച്ച പാലുണ്ട് പാല് ആനവണ്ടിയിൽ ടൗണിൽ പോവാം കാറ്റത്ത് സൈഡില് പാട്ട് പാടാം ഈവനിങ് ആയാൽ കടലിൽ പോവാം പാതിരായാലും സേഫായി പോരാ പാങ്ങിനുമല്ല പേരിനുമല്ല നമ്മെ രണ്ടായി കാണാത്ത കൂട്ടരുണ്ട് വേർപെടുത്തില്ല വേലികെട്ടില്ല നമ്മൾ ഒന്നാന്ന് കാണിച്ച കൂട്ടരുണ്ട് ഗരി 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 സനി 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 ധനി സമഗ മരി ഗസ ഗരി 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 സനി 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 ധനി സമഗ മരി ഗസ പുതിയ കാലം പുലരുക സ്നേഹം കനവിലും ഇപ്പോൾ MLA ആയിട്ടുള്ള ജനനേതാവായിട്ടുള്ള വനിതയെ അപമാനിക്കുന്നു. ഈ കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് നമുക്കറിയാം. നിലമ്പൂരത്തെ പാർട്ടി ഓഫീസിൽ ഇവരെല്ലാം വന്നിരുന്ന് ഗ്രൂപ്പ് ചർച്ച നടത്തുന്ന അവസരത്തിൽ ദാഹിക്കുമ്പോ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരുന്ന വനിതയുണ്ടായിരുന്നു. ആ വനിതയ്ക്കുണ്ടായ അവസ്ഥ എന്താണ്? കോൺഗ്രസിന്റെ ഓഫീസിൽ തുടയ്ക്കുന്നതിനും വെള്ളം കൊടുക്കുന്നതിനും വേണ്ടി നിന്ന കോൺഗ്രസ് പ്രവർത്തകയായിട്ടുള്ള വനിതയ്ക്ക് എന്താണ് സംഭവിച്ചത്? ചാക്കിൽ കെട്ടിവെച്ച് മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് താഴെ പൂജയ്ക്ക് വെച്ചു. ഉറപ്പാണ് ഇടതുപക്ഷം, ഉറപ്പാണ് ജനഹിതം, ഉറപ്പാണ് കേരളം, ഉറച്ചിതാ മുന്നോട്ട്. നമ്മളെ നയിച്ചവർ ജയിക്കണം, തുടർച്ചയോടെ നാടു വീണ്ടും ഉജ്ജ്വലിക്കണം. ഇടതുപക്ഷ ഭരണം ഇനിയും എത്തണം, ജനത്തിനായി ക്ഷേമകാലം വീണ്ടും എത്തണം. സമത പുലരും ഇനിയും ഇവിടമാകെ നന്മയെത്തും, ഉറച്ചു മുന്നിലെത്തും. ഉറപ്പാണ് ഇടതുപക്ഷം, ഉറപ്പാണ് ജനഹിതം, ഉറപ്പാണ് കേരളം, ഉറച്ചിതാ മുന്നോട്ട്. പോരാട്ടഭൂവിൽ ഇഴതൻ തോഴരായി നോവിൻ വിയർപ്പിൽ ചിന്തിടും ചെന്നിനത്തിൽ നാം നെയ്തതല്ലേ ജീവനോ ചെങ്കൊടി. വാഴ്വേകിയോരോ നായകർ തീർത്തതേ. മാരിയിൽ വിരൽ തൊടാത്ത വ്യാധിയിൽ കരം പിടിച്ചു മുന്നിൽ നിന്നു കാത്ത നായകർ. തൊഴിലു തന്നു കരുതലേകിയൂട്ടിയോ മനുഷ്യ നോവു തൊട്ടറിഞ്ഞു കൂടെ നിന്നവർ. ഭരണമിടതു ഭരണമിവിടെ വീണ്ടും ചങ്കിനുള്ളിൽ
ഉറപ്പാണ് കേരളം ഉറച്ചിതാ മുന്നോട്ട് ഇടതുപക്ഷം ഉറപ്പാണ് ജനഹിതം ഉറപ്പാണ് കേരളം ഉറച്ചിതാ മുന്നോട്ട് ഉറപ്പാണ് ഇടതുപക്ഷം ഉറപ്പാണ് ജനഹിതം ഉറപ്പാണ് കേരളം ഉറച്ചിതാ മുന്നോട്ട്. നമ്മളെ നയിച്ചവർ ജയിക്കണം, തുടർച്ചയോടെ നാടു വീണ്ടും ഉജ്ജ്വലിക്കണം. ഇടതുപക്ഷ ഭരണമിനിയും എത്തണം, ജനത്തിനായി ക്ഷേമകാലം വീണ്ടും എത്തണം. സമത പുലരുവിനിയും ഇവിടമാകെ നന്മയെത്തും, ഉറച്ചു മുന്നിലെത്തും. ഉറപ്പാണ് ഇടതുപക്ഷം ഉറപ്പാണ് ജനഹിതം ഉറപ്പാണ് കേരളം ഉറച്ചിതാ മുന്നോട്ട് പോരാട്ടഭൂവിൽ ഇഴതൻ തോഴരായി നോവിൻ വിയർപ്പിൽ ചിന്തിടും ചെന്നിടത്തിൽ നാം നെയ്തതല്ലേ ജീവനോ ചെങ്കൊടി. വാഴ്വേകിയോരോ നായകർ തീർത്തതേ. മാരിയിൽ വിരൽ തൊടാത്ത വ്യാധിയിൽ കരം പിടിച്ചു മുന്നിൽ നിന്നു കാത്ത നായകർ. തൊഴിലു തന്നു കരുതലേകിയൂട്ടിയോ, മനുഷ്യ നോവു തൊട്ടറിഞ്ഞു കൂടെ നിന്നവർ. ഭരണമിടതു ഭരണമിവിടെ വീണ്ടും, ചങ്കിനുള്ളിൽ കെടാത്ത നന്മയുള്ളോ. ഉറപ്പാണ് ഇടതുപക്ഷം ഉറപ്പാണ് ജനഹിതം ഉറപ്പാണ് കേരളം ഉറച്ചിതാ മുന്നോട്ട് ഇടതുപക്ഷം ഉറപ്പാണ് ജനഹിതം ഉറപ്പാണ് കേരളം ഉറച്ചിതാ മുന്നോട്ട് ഉറപ്പാണ് ഇടതുപക്ഷം ഉറപ്പാണ് ജനഹിതം ഉറപ്പാണ് കേരളം ഉറച്ചിതാ മുന്നോട്ട്. നമ്മളെ നയിച്ചവർ ജയിക്കണം, തുടർച്ചയോടെ നാടു വീണ്ടും ഉജ്ജ്വലിക്കണം. ഇടതുപക്ഷ ഭരണമിനിയും എത്തണം, ജനത്തിനായി ക്ഷേമകാലം വീണ്ടും എത്തണം. സമത പുലരുവിനിയും ഇവിടമാകെ നന്മയെത്തും, ഉറച്ചു മുന്നിലെത്തും. ഉറപ്പാണ് ഇടതുപക്ഷം ഉറപ്പാണ് ജനഹിതം ഉറപ്പാണ് കേരളം ഉറച്ചിതാ മുന്നോട്ട് പോരാട്ടഭൂവിൽ ഇഴതൻ തോഴരായി നോവിൻ വിയർപ്പിൽ ചിന്തിടും. കേരളത്തിന്റെ ക്യാപ്റ്റനായ അനലരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലുപോലെ അനലരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലുപോലെ സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുടികൊണ്ടിയുണർത്തി വിടർത്തി, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. എരിയുള്ളൊരു നേതാവുണ്ടേ, കലിവുള്ളൊരു കരളതുണ്ടേ, അഴലകലൻ കരളു കൊടുത്തേ വെയിലിൻ കൊള്ളി. മലനാടതു മിന്നി മിനുങ്ങി മലയാളം പെരുമലയാളം, പല കൂട്ടം പെരുമക്കൂട്ടം പെരുമക്കൂട്ടം. വഴിയാണ് അദ്ദേഹത്തിന് തടസ്സമില്ലാതെ കടന്നു വരാൻ
നഗരം അനേകപുരങ്ങൾ നിരനിരയായി നീണ്ടൊരു നാട് മതനിരപേക്ഷതയുടെ നാട് മലനാട് മാമലനാട് നഗരം അനേകപുരങ്ങൾ നിരനിരയായി നീണ്ടൊരു നാട് മതനിരപേക്ഷതയുടെ നാട് മലനാട് മാമലനാട് കാണക്കാട് വളരുന്നേ മലനാട് മാമലനാട് നെറിവുള്ളൊരു നേതാവുണ്ടേ പകലിൻ സൂര്യൻ പകലിൻ നിറപുഞ്ചിരി പോലെ വെയിലിൻ പൊള്ളി കിളിമൊഴികൾ മുറ്റുകിടങ്ങൾ ചിരിതൂകും പള്ളിക്കൂടം മികവിന്റെ കൊടുമുടി കയറി സകല കലാശാലകളായി ചെറുപാതകൾ പോയി മറഞ്ഞേ അതിവേഗം കനവ് കുതിച്ചേ പുതുമകളുടെ പുത്തിരി കത്തി കുതികൊള്ളുകയാണൊരു നാട് കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ കടമകളെ കരളു തുടിപ്പിൻ തുണി കൊട്ടി ഉണർത്തി വിടർത്തി കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ നെറിയുള്ളൊരു നേതാവുണ്ട് കനിവുള്ളൊരു കരളതുമുണ്ട് മഴലകലാൻ കരളു കൊടുത്തേ വെയിലിൻ കൊള്ളി നിറവുള്ള മനസ്സുകളിൽ കനിവിൻ സൂര്യൻ പകലിൻ നിറപുഞ്ചിരി പോലെ വെയിലിൻ കൊള്ളി പൂക്കൾ നിറയുന്നൊരു വല്ലി കനിവിൻ വള്ളി ചെറുതുമ്പികളേറ്റതു ചൊല്ലി പകലിൻ കൊള്ളി നിറനന്മ നിറഞ്ഞതുപോലെ വെയിലിൻ കൊള്ളി കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ കടമകളെ കരളു തുടിപ്പിൻ തുടി കൊട്ടി ഉണർത്തി വിടർത്തി കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ ഏറ്റവും പ്രധാന ഘട്ടത്തിലേക്ക് കേരളം പ്രവേശിച്ചു ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ കഴിഞ്ഞ ജനങ്ങളായി അത് ശരിയായതാണ് സംഭവങ്ങൾ പരിശോധിക്കുക. കേരളത്തിലെ ഒരുപാട് ചരിത്രം അത് നിൽക്കുന്ന രീതിയിൽ സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിലുള്ള ഗവൺമെന്റ് നിലനിൽക്കുന്നതിനാണ് തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ ഭരിക്കുന്ന ഘട്ടത്തിൽ നാടിന് വികസനം ഉണ്ടാകുന്നു, മുന്നേറ്റം ഉണ്ടാകുന്നു, പുതിയ പദ്ധതികളാകാതിരിക്കുന്നു, എല്ലാം ശുഭമായി നടന്നു. 5 വർഷം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് വന്നു മൂടിയ പ്രതികരണങ്ങൾ കേരളം എവിടെ വരെയാണ് വികസിച്ചെത്തിയത് അവിടെ നിൽക്കുന്നു. അതിന് കുറച്ചും ഉണ്ടാവുന്നില്ല. ചിലതെല്ലാം തകർത്തു കൊള്ളുന്നു, ചില പ്രതീക്ഷകളും ചില സ്തംഭിക്കുന്നു. ചുരുക്കത്തിൽ ഒന്നും തുടർച്ചയില്ല, മറ്റുള്ളവരോടൊപ്പം നടത്താൻ കഴിയില്ല. ഈ വ്യത്യാസം ഞങ്ങൾ കാണുകയും എന്നെപ്പോലെ നാടുകളോട് വിടുവെന്ന
രക്ഷിപ്പ് താല്പര്യം. അതിന്റെ ഭാഗമായി നമ്മൾ നിലനിൽക്കുന്ന രക്ഷിപ്പ് താല്പര്യം കാര്യങ്ങൾ നീക്കുമ്പോൾ അത് നാടിന്റെ അവസ്ഥയിലേക്ക് 2000 കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചു. ജനങ്ങളെ മാറ്റം അനുഭവിച്ചു. ജനങ്ങളുടെ ക്ഷേമം ഓരോരുത്തരുടെയും ഓരോ കുടുംബത്തിലെയും വ്യക്തി ജീവിതത്തിലുള്ള മാറ്റം ഇതെല്ലാം ഒന്നുകൂടിയോട്ടെ ഇന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നു. ആ തീരുമാനം 5 വർഷമായി എഴുതി നോക്കുമ്പോൾ 5 വർഷം എടുത്താൽ 10 വർഷമില്ല. നമുക്ക് കേരളത്തിൽ ജീവിക്കുന്ന ആർക്കും ഉത്തരവുകൾ തോന്നുന്നില്ല. കാരണം ആ രീതിയിൽ അഭിമാനകരമായ വളർച്ച നമുക്കുണ്ടായിരുന്നു. അവസ്ഥയിലേക്ക് ലോകത്തിന് അത്യപൂർവ രാഷ്ട്രങ്ങൾ മാത്രമേ അധികാരത്തിലുള്ളൂ. കേരളത്തിലെ ആവുന്നുണ്ട്. ഒരുപാട് സംസ്ഥാനങ്ങളിലെ ഏതൊരു സംസ്ഥാനം ഈ കാര്യം ആരംഭിച്ചിട്ടുണ്ടോ? നേരത്തെ ആരംഭിച്ചില്ല. ഏതൊരു മുൻഗണന വ്യക്തമായില്ലോ. ആ പ്രഖ്യാപനം കേട്ട ഏതെങ്കിലും സംസ്ഥാനം അങ്ങോട്ട് ഒന്ന് ആരംഭിക്കാം തോന്നി. കാരണം LDF മറ്റുള്ളവരും വ്യത്യസ്തമാണ്. കോൺഗ്രസും BJPയും നടപ്പാക്കുന്നതിനല്ല LDF-ന്റെ പാവപ്പെട്ടവരുടെ അതുകൊണ്ടാണ് 64,000 കുടുംബങ്ങൾ അതിലേക്ക് വിഭാഗത്തിൽ കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്ന് വ്യക്തമാക്കിക്കൂടെ എന്ന് LDF ആലോചിക്കാൻ സന്നദ്ധമായി കാണാൻ വേണ്ടിയിട്ടുണ്ടോ? അപ്പോ എല്ലാ കുട്ടികൾക്കും തൊഴിൽഭാരം സംബന്ധിച്ച് അഭിപ്രായക്കാണ്. ഇപ്പോ ഇവിടെ ഇന്നലെ പ്രധാനമന്ത്രി വന്നല്ലോ. പ്രധാനമന്ത്രി പറയുന്നു കേന്ദ്രം കൊണ്ട പണം ഇവിടെ ചെലവഴിച്ചില്ല. അവസാനം മുഖത്ത് ചൂടുന്നത് എങ്ങനെ പ്രതീക്ഷിച്ചു സഹായിക്കുന്നു. ഒരു സമയം ഉണ്ടായില്ലല്ലോ. പ്രധാനമന്ത്രി കിടന്ന് മറന്നില്ലേ? എല്ലാരും പ്രതീക്ഷയല്ലേ? എന്തുകൊണ്ടാണ്? എന്താണ് കേരളത്തിന്റെ കുറവ്? ഈ കാര്യം മാത്രമാണോ? ജനസംഖ്യാനുപാതികമായ വികസനത്തിന്റെ വലിയ കുറവ്. ഒരുപാട് കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം അർഹതപ്പെട്ട വിവരങ്ങളുണ്ട്. ഏതെങ്കിലും നൽകിയോ? ഒരു കാര്യത്തിലുമില്ല. പണം കണ്ടുകൊണ്ടു സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. കേന്ദ്രവും ഇടപെട്ട് അത് പരിശീലിച്ചു. നമുക്കുള്ള പരിധി വലിയ കൂട്ടിക്കുറച്ചു. നമ്മുടെ നാടിന്റെ വികസനത്തിലാണ്, ആ വികസനത്തെ മുന്നോട്ടുള്ള ഓരോരുത്തരുടെ ചെലവിലാണ്
നമുക്കറിയാം വികസന കാര്യങ്ങൾക്കുള്ള വികസനത്തിലാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നാടിന്റെ വികസനം അതിന്റെ നിർമ്മാണം അവിടെ തന്നെയായപ്പോ എത്ര തവണ കേന്ദ്രത്തെ കണ്ടു, എത്ര തവണ പ്രധാനമന്ത്രിയെ തന്നെ കണ്ടു. കേരളം നഗരത്തെ കേന്ദ്രത്തിന്റെ കൂടി എന്താണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിലെ പ്രത്യേകമായ ഏതെങ്കിലും വൈകല്യങ്ങളോ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ RSSഉം BJPയും നല്ല സാധ്യതകളിരിക്കുന്നു. പക്ഷേ കേരളവും കേരളീയവും RSSനെയും BJPയും സ്വീകരിക്കാനാവില്ല. അത് വിരോധമായതാണ്. പകയായി വിദ്വേഷമായി അതിന്റെ ഫലമായാണ് കേരളത്തിലെ കേരളം തകരത്തെ കേരളത്തിലുള്ള സമീപനം സ്വീകരിച്ചത്. കാലത്ത് പോലും സഹായിക്കാൻ തയ്യാറാകാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏത് പണം കേരളത്തിന് നൽകിയതിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ സമീപനത്തിന് ആൾക്കാർക്ക് കൂട്ടുന്നത് ഇവിടുത്തെ കോൺഗ്രസും UDF-ുമായിരുന്നില്ലേ? കോൺഗ്രസ് UDF-ായോ? BJP ഗവൺമെന്റ് നരേന്ദ്രമോദി നേതൃത്വത്തിൽ കാണിക്കുന്ന കേരളത്തിന്റെ സമീപനത്തെ ഇവിടെ നിങ്ങളുടെ അന്വേഷണ ഏജൻസികൾ പട്ടമൊക്കെ പറഞ്ഞത് ഇവിടുത്തെ കോൺഗ്രസിന്റെയും UDF-ന്റെയും ക്ഷീണമായ പ്രചരണങ്ങൾക്ക് വിശ്വാസ്യത നൽകുന്നതിനായിരുന്നില്ലേ ആ കടങ്ങൾ? എന്താണ് സംഭവിച്ചത്? നിങ്ങളെ സഹായിച്ച അല്ലെങ്കിൽ നിങ്ങളെ പിന്തുണച്ച കോൺഗ്രസ് UDF-ഉം കേരളത്തിൽ രക്ഷപ്പെട്ടവർ 2020 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കോൺഗ്രസിന്റെ സഹായത്തോടുകൂടി നേടിയ 11 സീറ്റ് ഞങ്ങൾ മനസ്സിലാക്കിയ സ്വാഭാവികമായും LDF-കൾ നിങ്ങൾക്ക് രാഷ്ട്രീയമായ വിവരമുണ്ടാകണം. ആ രാഷ്ട്രീയ വിവരം രാഷ്ട്രീയമായിട്ടുള്ളൂ. പക്ഷേ ഒരു നാടിനെയും ജനങ്ങളെയും തകർക്കുന്ന സമീപനം സ്വീകരിക്കാമോ? നിങ്ങൾ നല്ല നിർദ്ദേശമാണല്ലോ കേരളത്തിൽ നൽകിയത്. നിങ്ങൾ വളരെ വായനം ഒരു വീട്ടിൽ വർഗീയ ശക്തി, മറ്റൊരു വീട്ടിൽ ഭയങ്കര വർഗീയ ശക്തി. പ്രധാനമന്ത്രിയുടെ വൈകാരികത നമ്മൾ കാണുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകളെല്ലാം ശ്രദ്ധിക്കുന്നു. പ്രധാനമന്ത്രിയും BJP-യും ഏത് ഗുണത്തില് എന്താണ് രാജ്യത്തുണ്ടായിട്ടുള്ളത്? നിങ്ങൾ ഉയർത്തുന്ന മതപരിവർത്തനത്തിന് ഭീഷണി ഉയർത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ രാജ്യത്താകെ പ്രചരിപ്പിച്ച വർഗീയതാണ്. രാജ്യത്താകെ പ്രചരിപ്പിച്ച അമരമായ വിദ്വേഷം, അതിന്റെ ഭാഗമായി ഉയർത്തുന്ന വർഗീയ സംഘർഷം, വർഗീയ കലാപങ്ങൾ, ഒരുപാട് പ്രദേശങ്ങളിൽ പല വിധത്തിലുള്ള അനിശ്ചിതാവസ്ഥ ഞങ്ങൾ അനുഭവപ്പെട്ടത്. അവിടെയെല്ലാം ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ സാന്നിധ്യമായിരുന്നു. അത് നിങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ വേറെ ഉണ്ടായിരുന്നു. മതനിരപേക്ഷതയായിരുന്നു. അതാണ് എഴുതപ്പെട്ടത്. പ്രധാനമന്ത്രിമാർക്ക് നിങ്ങൾ പറഞ്ഞ വാചകം രാജ്യം ശ്രദ്ധിച്ചതാണ്. നിങ്ങൾ പറഞ്ഞു ഇത് പ്രത്യയശാസ്ത്രവിദ്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ആഭ്യന്തര ശത്രുവിന്റെ പട്ടികയിലാണ്. RSS ഞങ്ങളെ ആഭ്യന്തര ശത്രുവിന്റെ പട്ടികയിൽ പെട്ടിരിക്കുന്നു. ഞങ്ങൾ രാജ്യത്തിന്റെ ശത്രുവല്ല. ഞങ്ങൾ രാജ്യത്തിന്റെ മതനിരപേക്ഷതയ്ക്ക്, രാജ്യത്തിന്റെ
ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് രാജ്യം അംഗീകരിച്ചിട്ടുള്ള ഭരണഘടനയുടെ സംരക്ഷണത്തിന് നിലകൊള്ളുന്നവരാണ്. LDF-നെ ആക്ഷേപിക്കാൻ ഉദ്ദേശത്തോടെ നിങ്ങൾ പറഞ്ഞത് ഒരു കൂട്ടർ അഴിമതി, മറ്റൊരു വലിയ അഴിമതി. ആരാ അഴിമതി മുക്തം? ഈ കേരളം ഈ ഘട്ടത്തിൽ രാജ്യത്ത് വലിയ സ്ഥാനമുണ്ട്. ആ സ്ഥാനം അഴിമതി ഏറ്റവും വലിയ സംസ്ഥാനം എന്നുള്ളതാണ്. അഴിമതി ഏറ്റവും വലിയ സംസ്ഥാനമെന്ന പദവി കേരളം നേടി എന്തുകൊണ്ടാണ്? LDF അധികാരമുണ്ട്, LDF സംസ്കാരമുണ്ട്. ആ സംസ്കാരമാണ് ഇടയാക്കുന്നത്. ഞാൻ എപ്പോഴും അത് എഴുതിയുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭരണഘടന വലിയ തോതിൽ സുതാര്യമായി മാറിയത്. അതിന്റെ ഗുണഫലം നല്ല നിലയിൽ ജനങ്ങൾ അനുഭവിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല എന്നത് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്ത ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇവിടെ LDF 2021 തുടർന്ന് ഭരിച്ചതിന്റെ ഭാഗമായുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും അഭിമാനിക്കാനുള്ള മതിയാണെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ നാട് എല്ലാ രംഗത്തും മുന്നേറിയിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, നമ്മുടെ പശ്ചാത്തല സൗകര്യ മേഖലയിൽ പുതിയ പദ്ധതികൾ എല്ലാം നാട്ടിൽ പ്രാവർത്തികമാക്കിയിരിക്കുന്നു. വികാസം എത്ര നടന്നതെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യൻ പിള്ളയുടെ ആകസ്മിക നിര്യാണം നടന്നപ്പോൾ അതിന്റെ തുടർച്ച എന്ന നിലയ്ക്ക് ഇവിടെ നമ്മൾ ഇന്ത്യൻ പിള്ളയുടെ മകനുകാർക്കാണ് സുജിത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അന്ന് ഇന്ത്യൻ പിള്ളയുടെ മകൻ എന്ന പരിഗണനയാണ് സുജിത്തിനുണ്ടായിരുന്നെങ്കിൽ സുജിത്ത് നല്ല യോഗ്യതയുടെ മകൻ എന്ന നിലയിൽ തന്നെ ഈ മകന്റെ എല്ലാ കാര്യങ്ങളിലും അച്ഛന്റെ സൽപാരമ്പര്യവും മുൻപോട്ടുകൊണ്ട് നാടിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എന്താണെന്ന് കാണാൻ കഴിയും. ഈ വർഷങ്ങളിൽ ഒരു ചീത്ത പേരും പിന്നീട് ആ മകൻ കേൾപ്പിച്ചില്ല. നല്ല പേര് മാത്രമേ പൊതുവെ സമ്പാദിച്ചിട്ടുള്ളൂ. അതാണ് ഉത്തരനായ സന്തതിയായുള്ള ഗുണം. നാടുകളും അഭിമാനിക്കാൻ കഴിയുന്ന ഒരാളായി സുജിത്ത് മാറി. നല്ല ആത്മബോധത്തോടെ മണ്ഡലത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, ജോലിയോടെ കാര്യങ്ങൾ നിർവഹിക്കുന്നു, ആർക്കും സമീപിക്കാവുന്ന വ്യക്തിയായി മാറിയിരിക്കുന്നു. ചവറയെ നല്ല രീതിയിൽ വികസിപ്പിക്കുന്നതിന് നേതൃത്വപരമായി നിർവഹിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. LDF-ന്റെ നല്ല തരത്തിലുള്ള ഒരു നിയമസഭാ സാമാജികനായി പ്രവർത്തിക്കാൻ സുജിത്തിന് കഴിഞ്ഞിരിക്കുന്നു. സുജിത്തിനെ ലംഘിച്ച ഭൂരിപക്ഷം നൽകി ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന മറ്റു കാര്യങ്ങളിൽ നടക്കാതെ അവസാനിക്കുന്നു. ഉറപ്പാണ് ഇടതുപക്ഷം, ഉറപ്പാണ് ജനഹിതം, ഉറപ്പാണ് കേരളം, ഉറച്ചിതാ മുന്നോട്ട്. നമ്മളെ നയിച്ചവർ ജയിക്കണം, തുടർച്ചയോടെ നാടു വീണ്ടും ഉജ്ജ്വലിക്കണം. ഇടതുപക്ഷ ഭരണമിനിയും എത്തണം, ജനത്തിനായി ക്ഷേമകാലം വീണ്ടും എത്തണം. സമത പുലരുമിനിയും ഇവിടമാകെ നന്മയെത്തും, ഉറച്ചു മുന്നിലെത്തും. ഉറപ്പാണ് ഇടതുപക്ഷം, ഉറപ്പാണ് ജനഹിതം, ഉറപ്പാണ് ഉറച്ചിതാ മുന്നോട്ട്. പോരാട്ടഭൂവിൽ ഇഴതൻ തോഴരായി, നോവിൻ വിയർപ്പിൽ
ചിന്തിടും ചെന്നിനത്തിൽ നാം നെയ്തതല്ലേ ജീവനോ ചെങ്കൊടി വാഴ്വേകിയോരോ നായകർ തീർത്തതേ മാരിയിൽ വിരൽ തൊടാത്ത വ്യാധിയിൽ കരം പിടിച്ചു മുന്നിൽ നിന്നു കാത്ത നായകർ തൊഴിലു തന്നു കരുതലേകിയൂട്ടിയോ മനുഷ്യ നോവു തൊട്ടറിഞ്ഞു കൂടെ നിന്നവർ ഭരണമിടതു ഭരണമിവിടെ വീണ്ടും ചങ്കിനുള്ളിൽ കെടാത്ത നന്മയുള്ളോ ഉറപ്പാണ് ഇടതുപക്ഷം ഉറപ്പാണ് ജനഹിതം ഉറപ്പാണ് കേരളം ഉറച്ചിതാ മുന്നോട്ട് ഉറപ്പാണ് ഇടതുപക്ഷം ഉറപ്പാണ് ജനഹിതം ഉറപ്പാണ് കേരളം ഉറച്ചിതാ മുന്നോട്ട് ഉറപ്പാണ് ഇടതുപക്ഷം ഉറപ്പാണ് ജനഹിതം ഉറപ്പാണ് കേരളം ഉറച്ചിതാ മുന്നോട്ട് നമ്മളെ നയിച്ചവർ ജയിക്കണം തുടർച്ചയോടെ നാടു വീണ്ടും ഉജ്ജ്വലിക്കണം ഇടതുപക്ഷ ഭരണമിനിയും എത്തണം ജനത്തിനായി ക്ഷേമകാലം വീണ്ടും എത്തണം സമത പുലരുമിനിയും ഇവിടമാകെ നന്മയെത്തും ഉറച്ചു മുന്നിലെത്തും ഉറപ്പാണ് ഇടതുപക്ഷം ഉറപ്പാണ് ജനഹിതം ഉറപ്പാണ് കേരളം ഉറച്ചിതാ മുന്നോട്ട് പോരാട്ടഭൂവിൽ ഇഴതൻ തോഴരായി നോവിൻ വിയർപ്പിൽ ചിന്തിടും ചെന്നിനത്തിൽ നാം നെയ്തതല്ലേ ജീവനോ ചെങ്കൊടി വാഴ്വേകിയോരോ നായകർ തീർത്തതേ മാരിയിൽ വിരൽ തൊടാത്ത വ്യാധിയിൽ കരം പിടിച്ചു മുന്നിൽ നിന്നു കാത്ത നായകർ തൊഴിലു തന്നു കരുതലേകിയൂട്ടിയോ മനുഷ്യ നോവു തൊട്ടറിഞ്ഞു കൂടെ നിന്നവർ ഭരണമിടതു ഭരണമിവിടെ വീണ്ടും ചങ്കിനുള്ളിൽ കെടാത്ത നന്മയുള്ളോ ഉറപ്പാണ് ഇടതുപക്ഷം ഉറപ്പാണ് ജനഹിതം ഉറപ്പാണ് കേരളം ഉറച്ചിതാ മുന്നോട്ട് ഉറപ്പാണ് ഇടതുപക്ഷം ഉറപ്പാണ് ജനഹിതം ഉറപ്പാണ് കേരളം ഉറച്ചിതാ മുന്നോട്ട് ഉറപ്പാണ് ഇടതുപക്ഷം ഉറപ്പാണ് ജനഹിതം ഉറപ്പാണ് കേരളം ഉറച്ചിതാ മുന്നോട്ട് നമ്മളെ നയിച്ചവർ ജയിക്കണം തുടർച്ചയോടെ നാടു വീണ്ടും ഉജ്ജ്വലിക്കണം ഇടതുപക്ഷ ഭരണമിനിയും എത്തണം ജനത്തിനായി ക്ഷേമകാലം വീണ്ടും എത്തണം സമത പുലരുമിനിയും ഇവിടമാകെ നന്മയെത്തും ഉറച്ചു